മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഇന്ന് നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ BJP പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിട്ടില്ല. പകരം NDAയുടെ യോഗം സംയുക്ത യോഗമാണ് ചേർന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ തെറ്റായിരിക്കാം. RSS നിർദ്ദേശിച്ചിട്ടുള്ളത് BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം ആദ്യം ചേരുകയും അക്കാര്യത്തിൽ അംഗങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കുകയും അതിനുശേഷം NDAയുടെ യോഗം വിളിച്ചു ചേർക്കാനും ആയിരുന്നു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് നമ്മൾ കണ്ട. പിന്നെ മാത്രമല്ല NDA യോഗത്തിൽ രാജ്നാഥ് സിംഗ് പേര് നിർദ്ദേശിക്കുകയും നിതിൻ ഗഡ്കരി സെക്കൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. നിതിൻ ഗഡ്കരിയെ കൊണ്ട് സെക്കൻഡ് ചെയ്യിപ്പിക്കുന്നതിന് BJPയിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് കാണിക്കേണ്ടതുണ്ട് എന്നൊരു ചർച്ചയെങ്കിലും ഏറ്റവും കുറഞ്ഞത് നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ ജവഹർലാൽ നെഹ്റുവിനെ പോലെ എന്ന് പറയുകയാണ്. ജവഹർലാൽ നെഹ്റുവിനെ പോലെ അല്ല കേട്ടോ. ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡിനൊപ്പം എത്താൻ ഇനി നരേന്ദ്രമോദിക്ക് കഴിയില്ല. വ്യത്യാസമുണ്ട്. ജവഹർലാൽ നെഹ്റു 1962 494 361 സീറ്റുകൾ നേടിയിട്ടാണ് മൂന്നാമതും അധികാരത്തിൽ 33% ഭൂരിപക്ഷം നെഹ്റുവിന് തന്നെ ഉണ്ടായത്. അതെ, 3 തവണയും സ്വന്തം പാർട്ടിയുടെ ഭൂരിപക്ഷത്തിലാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായത്. ആ റെക്കോർഡ് ഇപ്പോഴും ആരും മറികടക്കാതെ കിടക്കുന്നു. സ്വന്തം ഭൂരിപക്ഷത്തിലുണ്ട് കേട്ടോ വർധനവ്. അതെ, ആ അലഹബാദ് കോൺഗ്രസ് 1984 ശേഷം ആദ്യം പിടിച്ചെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് എന്നുള്ളതാണ്. അപ്പോൾ 40 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് ഭേദിക്കപ്പെടാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിൽ തന്നെ TDPയും അതുപോലെ തന്നെ JDUവും നമ്മളിന്ന് വാർത്ത കേൾക്കുന്നത് TDP 3 മന്ത്രിസ്ഥാനം ചോദിച്ചു, +1 ആണ് ഒരു സഹമന്ത്രി എന്ന്. മാത്രമല്ല സ്പീക്കർ സ്ഥാനം കൈവിടാൻ തയ്യാറാണ്, പകരം പ്രത്യേക പദവി നൽകിയാൽ മതിയെന്ന്. നോക്കൂ, പ്രത്യേക പദവി നൽകിയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പുറത്ത് തെലങ്കാന സംഘർഷഭരിതമാകും. അവിടെ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്, 4-ൽ നിന്ന് 8 അപ്പോൾ ആന്ധ്ര എന്ന് പറയുന്ന ഒരു ഭൂവിഭാഗത്തിന് മാത്രം പ്രത്യേക പദവി കൊടുത്താൽ സമാനമായതോ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുള്ള മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും അസ്വസ്ഥത പടരും എന്ന് പറയുമ്പോൾ ക്രമസമാധാന പ്രശ്നമല്ല അതിലൂടെ ഉണ്ടാകുന്നത്, അത് BJPയുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ്. അതിപ്പോൾ തെലങ്കാനയിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും അതാണ് എന്നുള്ളതാണ് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഞാൻ കാണുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണാൻ നോക്കുന്നത്. ഈ ഒരു പാർലമെൻറ്റിനെ യഥാർത്ഥത്തിൽ വളരെ കൗതുകത്തോടുകൂടിയും ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹത്തിൽ പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. ഭരണപക്ഷത്തിൻ്റെ അതേ ശക്തിയുള്ള പ്രതിപക്ഷം രണ്ടും വാദപ്രതിവാദങ്ങൾ നടത്തുകയും ബില്ലുകളിൽ അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അങ്ങനെ ഒരു ജനാധിപത്യത്തിൻ്റെ തിരിച്ചുവരവ് എന്നുള്ളതാണ് ഈ 18ാം ലോക്സഭയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ആശങ്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ TDPയെയും JDUവും ഏതെങ്കിലും തരത്തിൽ മുന്നണി വിടുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ NDA അസ്ഥിരപ്പെടുന്ന കാലഘട്ടത്തെക്കുറിച്ചോ അല്ല. പകരം മറുഭാഗത്തുള്ള പ്രതിപക്ഷം ഇൻടാക്റ്റായി അവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു ലോക്സഭ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് നമ്മൾ 10 വർഷമായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പാർലമെൻറ്റ് നാളെ വേണമെങ്കിൽ ഇപ്പം TDPയെയും JDUവിനെയും ഒന്നും പുലർത്താൻ ധൈര്യപ്പെടില്ല. കാരണം ആ തരത്തിൽ ഏതെങ്കിലും ഒരു എൻജിനീയറിങ് BJP നടത്തുന്നു എന്ന് തോന്നിയാൽ അതൊരു വിവരമായി TDPയുടെ നേതൃത്വത്തിനും JDUവിൻ്റെ നേതൃത്വത്തിനും വന്നാൽ ആ സമയത്ത് അവർ പിൻവലിച്ചു പോകുമല്ലോ. അപ്പോൾ JDUവിൽ ഏതെങ്കിലും തരത്തിൽ ഒരു എൻജിനീയറിങ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ TDP അവിടെ നിൽക്കില്ല, അല്ലെങ്കിൽ മറ്റു കക്ഷികൾ അവിടെ നിൽക്കില്ല. ഈ ഒരു നോക്കൂ, നേരത്തെ നമ്മൾ നിങ്ങൾ സംസാരിച്ച കാര്യത്തിൽ നിന്ന് നോക്കൂ, ഇതേ നിതീഷ് കുമാർ 2 വട്ടം NDA വിട്ടുപോയതാണ്, ഇതേ ചന്ദ്രബാബു നായിഡു 2 വട്ടം വിട്ടുപോയതാണ്. രണ്ടും ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിലല്ല, നരേന്ദ്രമോദി എന്ന ആൾക്കെതിരായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് പോയത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു കുരുത്തക്കേട് അവിടെ കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പകരം കോൺഗ്രസിനെ വേണമെങ്കിൽ പിളർത്താം. കോൺഗ്രസിനെ പിളർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പക്ഷേ ഉണ്ടാകണം. ആ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്? കോൺഗ്രസ് വീണ്ടും പഴയതുപോലെ ഒരു സ്ലീപ്പ് മോഡിലേക്കൊക്കെ പോയാൽ, നേരത്തെ G22 ഒക്കെ ഉണ്ടായതുപോലുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരികയാണെങ്കിൽ. പക്ഷെ അതൊന്നും അല്ല അടുത്ത മാസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനം ഇപ്പോൾ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച വിഷയമുണ്ട്. അതായത് ഉത്തർപ്രദേശിൽ നേതൃമാറ്റം എന്നുള്ള ആവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഫഡ്നാവിസ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയുടെ കസേര ആടിത്തുടങ്ങിയിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഹരിയാന.
തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും ഭരണവിരുദ്ധ വികാരം നടക്കുന്ന 3 സംസ്ഥാനങ്ങളാണ്. നമ്മൾ നോക്കുക, നമ്മൾ ഈ ദിവസം അതായത് ഈ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് റിസൾട്ട് വരുന്ന ദിവസം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫേസ് BJPയുടെ ലീഡർഷിപ്പ് ആരായിരിക്കും എന്നുള്ളതായിരിക്കും. കാരണം ആ നിലയിൽ വലിയ വൾണറബിളാണ് നിലവിലുള്ള സ്ഥിതിയിൽ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് അതിനെ റീഡ് ചെയ്യേണ്ടത് അങ്ങനെയാണ് എന്ന് കരുതാം. അപ്പോൾ ആ നിലയിൽ പ്രതിപക്ഷ നേതൃനിരയിലോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ അംഗസംഖ്യയിലോ വലിയ മാറ്റങ്ങളില്ലാതെ പോവുകയാണ് എങ്കിൽ ഏത് ഭരണകൂടത്തെയും നമുക്ക് കൃത്യമായി ജനാധിപത്യപരമായി നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ വളരെ പ്രസക്തമായ വിധത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ അഗ്നിവീറിൻ്റെ കാര്യത്തിലായാലും ജാതി സെൻസസിൻ്റെ കാര്യത്തിലായാലും, അഗ്നിവീറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ജാതി സെൻസസിൻ്റെ കാര്യത്തിനകത്തോ BJPയുടെ നേരത്തെയുള്ള സമീപനം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു യൂട്ടേണായി പോകും. അഗ്നിവീർ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ മുഴുവൻ പട്ടാളവൽക്കരിക്കുക എന്നുള്ളതാണ്, മിലിറ്ററൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറ്റം വരുത്തണമെങ്കിൽ അത് RSSൻ്റെ കോർ അജണ്ടയ്ക്ക് പുറത്താണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് ജാതി സെൻസസ് ശരിയാവണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ ജാതി സെൻസസ് നടത്തിയാൽ പിന്നെ സംവരണത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് EBC 64%, യാദവ് അല്ലാത്ത OBC, അതുപോലെ തന്നെ മഹാദളിത്, പശ്മണ്ട മുസ്ലിംസ്, ഈ വിഭാഗത്തിന് ഇപ്പോഴും നിതീഷ് കുമാറിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് പാൽത്തൂറാം എന്ന് വിളിക്കപ്പെട്ടിട്ടും ഏറ്റവും ക്രെഡിബിലിറ്റി ലോസായ സമയത്ത് പോലും RJDയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ, BJPയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ നിതീഷ് കുമാറിനെ സഹായിച്ചിട്ടുള്ളത്. ആ വിഭാഗത്തെ കൈവിട്ടൊരു രാഷ്ട്രീയം യഥാർത്ഥത്തിൽ JDUവിനില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ JDUവിന് അപ്പോൾ അരുൺ പറഞ്ഞ പോലെ തന്നെ RSSൻ്റെ കോർ അജണ്ടയുമായിട്ടത് സംഘർഷമാകും. RSSനെ സംബന്ധിച്ചിടത്തോളം സംവരണം തന്നെ പാടില്ല എന്ന് നിരവധി തവണ പറഞ്ഞിട്ടുള്ളവരാണ്. നിലവിലുള്ള സംവരണത്തിന് പുറമെ EBC എന്ന് പറയുന്ന 64% സംവരണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ സംവരണത്തിൻ്റെ തോത് ജനറൽ കാറ്റഗറിയെ ബാധിക്കുമെന്നുള്ള നില വന്നാൽ ഉണ്ടാകാൻ പോകുന്ന എന്താണ് ഈ രാം മന്ദിറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്? രാം മന്ദിറും അതുപോലെ തന്നെ പിന്നെ സംവരണവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണല്ലോ 90കളുടെ ആദ്യത്തിലുണ്ടായിട്ടുള്ളത്. മണ്ഡൽ മന്ദിർ ആ സമാനമായിട്ടുള്ള സംഘർഷത്തിലേക്ക് BJPയുടെ ഭരണകാലത്തേക്ക് തന്നെ കാര്യങ്ങളെത്തും എന്ന് വന്നാൽ അത് ഒരു സർക്കാരിൻ്റെ തകർച്ചയിലേക്കല്ല, രാജ്യം തന്നെ ഒരുപക്ഷെ വലിയ നിലയിൽ ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചേക്കാം. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആശയപരമായിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് അനിവാര്യമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് TDPയും അതുപോലെ തന്നെ JDUവുമാണ് പ്രധാനപ്പെട്ട ചരട് വലിക്കാർ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശാവഹമല്ല മുന്നോട്ടുള്ള പോക്ക് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹിന്ദുത്വ, പിന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹിന്ദുത്വം നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്താണ്? പാർട്ടികളെ പിളർത്തി പകുതിയെ ഇങ്ങോട്ട് ചേർത്താൽ BJPയെ സംബന്ധിച്ചിടത്തോളം കേവല ഭൂരിപക്ഷം, അത് ഏതാണ്ട് അസംഭാവ്യമാണ്. രണ്ടാമത്തേത് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വർഗീയ കലാപം ഡീസെൻട്രലൈസ് ചെയ്താൽ മുമ്പൊക്കെ ചെയ്തിട്ടുള്ളതുപോലെ ആവശ്യമുള്ള മേഖലയിൽ വർഗീയ കലാപം ഉണ്ടാക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത മേഖലകളിലൊക്കെ തന്നെയും വോട്ടുകൾ നേടാൻ കഴിയുക, അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഉണ്ടായാൽ അതിനെതിരായി മാത്രം എപ്പോഴും പ്രതികരിച്ചിട്ടുള്ളവരാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എന്നുള്ളത് കൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു സാധ്യത മോഡി ബ്രാൻഡ്, ഷാ ബ്രാൻഡ് പൊളിറ്റിക്സ് നടക്കുന്ന ഒരു മുന്നണിയല്ല ഇത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിരിക്കും. Meet the editors.